കേരളത്തിലെ കള്ളിഷാപ്പിൽ കിട്ടുന്ന തലക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്കിതൊരു മീൻകറി ഉണ്ടാക്കിയാലോ? ഞാൻ ഇതിന് വേണ്ടിയിട്ട് വറ്റ മീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഫിഷിങ്ങിന് പോയപ്പോൾ കിട്ടിയ വറ്റയാണ് കേട്ടോ അത്. ഇതിനകത്ത് 1 കിലോയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്, അതും നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുടംപുളി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. വലിയ എരിവ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ എടുത്തു. ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ, നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ ഞാൻ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, അതും നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ തനിച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒറ്റ പാൽ എടുത്തിട്ടുള്ളൂ 1 മുറി തേങ്ങയുടെ. അത് ഈ കപ്പിൽ തികയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി ഒഴിച്ച് വെച്ചേ ഉള്ളൂ. അല്ലാതെ 2-ാം പാലായിട്ട് എടുത്തൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വറ്റ കറി വെക്കുന്നതെന്ന്. കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചുവന്നുള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ചുവന്നുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണക്ക് മാറിക്കഴിഞ്ഞ ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് നല്ലോണം ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ തീ കുറച്ച് വെച്ച് കഴിഞ്ഞ ശേഷം മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി ഈ മുളകിനകത്ത് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരണം. ഇപ്പോൾ കാണുന്നില്ലേ, ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം. മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങളൊന്ന് വേകുന്നത് വരെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി തവിയോ സ്പൂണോ ഒന്നും ഇടണ്ട. നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. ഇനിയിപ്പം തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ കിടന്ന് തന്നെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കണില്ലേ, അത് മതി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ തൂവി കൊടുക്കാം, അല്ലെങ്കിൽ വേണമെന്നില്ല. അപ്പോൾ ഞാനൊരല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കള്ളിഷാപ്പിലെ തലക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള വറ്റക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ, ബൈ, താങ്ക് യു.